നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇങ്ങോട്ട് നടക്ക്. ഇങ്ങോട്ടും പാടാ. പാടം. ജീവൻ പോവാതെ കെട്ടിയോനെ ഞാൻ ദേ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഒരൽപ്പം അവശതയുണ്ട്. അല്ലറ ചില്ലറ പച്ചമരുന്ന് പ്രയോഗമൊക്കെ നടത്തിയെടുത്ത പഴയ പോലെ അല്ലെങ്കിലും ഏകദേശം ശരിയായി കിട്ടും. മിണ്ടിപ്പോരുത്. ഇവനെ ഈ പരുവാക്കി വഴി കളയാതെ എന്തിനാ നിന്റെ മുന്നിൽ കൊണ്ടിട്ടതെന്നറിയോ? വീട്ടിയിരിക്കുന്ന പെണ്ണുങ്ങളില്ലേ, ഇവനെയൊക്കെ പിരികേറ്റി പറഞ്ഞുവിടുന്ന നിന്നെയൊക്കെ പോലുള്ളവളുമാര്, ഇവളുമാരെയൊക്കെ ഒന്ന് മനസ്സിലാക്കിച്ചു തരാൻ. നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാ ഇവനെ ഇങ്ങനെ നിന്റെ മുന്നിൽ അൺലോഡ് ചെയ്തത്. മേലിൽ എന്റെ കുടുംബത്തിലുള്ള ആരുടെയെങ്കിലും മനസമാധാനം കെടുത്തുന്ന രീതിയിലൊന്ന് അനങ്ങിയ പിന്നെ കെട്ടിയോളും കെട്ടിയോനും സമാധാനത്തോടെ ജീവിക്കുമെന്ന് കരുതണ്ട. ഓർത്തോ? വന്ന് കിടക്കുന്ന കിടപ്പാണ്ടില്ലേ, നാണോ ഇല്ല ഇയാൾക്ക്? ഒരിക്കൽ ഇവൻ നിന്റെ ഗോഡൌണിൽ കയറി വന്ന് ഭേഷായിട്ട് തന്നിട്ട് പോയി. അന്ന് നിന്ന് കൊണ്ടു. അവസാനം ഭൂമിയെ സാഷ്ടാംഗം പ്രണമിച്ച് ഒറ്റ കിടത്തായിരുന്നു. ഇപ്പൊ വീണ്ടും ചെന്ന് കയറിയിരിക്കുന്നു. ഇയാൾക്ക് മുരുകന്റെ തല്ലുകൊള്ളലല്ലാതെ വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലേ ക്രിസ്റ്റി? അത് മുരുകനല്ല ഡയാന, മുരുകനല്ല. അത് മുരുകന്റെ ചേട്ടനാ കൃഷ്ണൻ. ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നു, സാബുവും സതീഷും കൂടെ ഉണ്ടായിരുന്നത്. എന്നിട്ടും പിടിച്ചേക്കാൻ പറ്റിയില്ല. മുരുകന്റെ 10 ഇരട്ടി ടെററാവൻ. സൂക്ഷിക്കണം ഡയാന. നമുക്ക് അങ്ങോട്ടിരുന്നല്ലോ സർ. സിസ്റ്ററെ, ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാവേ. കഴിക്കാൻ എന്താ വേണ്ടത്? എനിക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും മതി. സാർ എന്നെ ഓർഡർ ചെയ്തോ. ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം.
2 മസാല ദോശ 2 വട. ഓർഡർ ചെയ്തോ സിസ്റ്ററെ? സ്ഥിരമായിട്ട് തന്നെ പറഞ്ഞു, മസാല ദോശ വട. അത് മതി, അതാ സേഫ്. ഹലോ സാർ, എവിടെയാ? എന്റെ കാര്യം സാറിന് അറിയാവുന്നതാണല്ലോ. വീണ്ടും ഒരു മാരേജിനെ കുറിച്ച് ആലോചിച്ചതേയില്ല. പക്ഷേ പെട്ടെന്ന് തീരുമാനിച്ചു. അല്ല, കല്യാണം ഉറപ്പിച്ചു. അല്ല, ഈ വിവരം സാറെങ്ങനെ അറിഞ്ഞത്? ആളെ സാറിന് അറിയാം. നമ്മുടെ ഇവിടുത്തെ കളക്ടർ തന്നെയാണ് ആള്. സുന്ദരി IAS. ഇന്ന് നേരം കുറിക്കേ ഉള്ളൂ. എന്തായാലും ഉടനെ തന്നെ കാണും. അത് പിന്നെ പറയണോ സാർ? ഞാൻ ഉറപ്പായിട്ടും വിളിക്കും. ഓക്കെ സാർ. സുന്ദരിയോട് ഞാൻ സാറിന്റെ അന്വേഷണം പറഞ്ഞേക്കാം. ശരി സാർ. ദേ ഫോൺ റിങ് ചെയ്യുന്നു. മധുര വിളിക്കുന്നേ. ഹലോ ഹലോ മദർ, ഹലോ കേൾക്കാമോ? റേഞ്ച് ഇല്ലാന്ന് തോന്നുന്നു. ആ ഡൊണേഷന്റെ കാര്യം പറയാനായിരിക്കും. ഞാനൊന്ന് മാറി നോക്കട്ടെ. ഹലോ 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 കേൾക്കാമോ? ആ ഹലോ. അണ്ടർ സെക്രട്ടറി രാജീവൻ സാർ വിളിച്ചിരുന്നു. നമ്മുടെ കാര്യം ആരോ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട്. ആഹാ, ന്യൂസ് നല്ല രീതിയിൽ സ്പ്രെഡ് ആവുന്നുണ്ടല്ലോ. സുന്ദരിയോട് അന്വേഷണം അറിയിച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ എന്താ സുന്ദരി? ആ ഡയാനയാ. കട്ട് ചെയ്ത് കളഞ്ഞേക്ക്. വേണ്ട സർ, കട്ട് ചെയ്ത് കളഞ്ഞാൽ വീണ്ടും വിളിക്കും. ഞാനൊന്ന് അറ്റൻഡ് ചെയ്ത് സംസാരിച്ചിട്ട് വരാം. ആ ഞാനും സിസ്റ്ററും കൂടി അവിടെ പോയി പുള്ളിക്കാരനെ കണ്ടിരുന്നു മദർ. പോസിറ്റീവായിട്ടാ സംസാരിച്ചത്.